കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ സംഭവം. AD 51 അഥവാ യേശുക്രിസ്തുവിന്റെ മരണത്തിനും 20 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിലേക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗം അപ്പോസ്തലനായ പൗലോസിനുണ്ടാകുന്ന ആ സംഭവമാണ് ഈ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് സഭയുടെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു. കാരണം യൂറോപ്പിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ നേഷൻസിൽ കിട്ടിയതായ ദൈവത്തിന്റെ വചനം മുഖാന്തരമായിട്ട് ആ വെസ്റ്റേൺ നേഷൻസ് ലോകത്തിൽ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി മറ്റു പലരും ചെയ്തതിനേക്കാൾ വളരെയധികം അധ്വാനം അവർ ചെയ്തവരാണ്. ഈ രാജ്യവും അങ്ങനെ ചെയ്ത ഒരു രാജ്യമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യൂറോപ്പ് സുവിശേഷത്തിന് വേണ്ടി വിളഞ്ഞു കിടന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനോട് ഒരു ദർശനത്തിലൂടെ സംസാരിച്ചു. ഞങ്ങളെ വന്ന് സഹായിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ വന്ന് സഹായിക്കുക. Come and help us. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കളൊക്കെ അത് കേൾക്കും. പരിശുദ്ധാത്മാവിന് ചെവി ചായ്ക്കുന്നവരത് കേൾക്കും. ദൈവപ്രവൃത്തിയിൽ പങ്കാളികളാകാൻ വാഞ്ചിക്കുന്നവരൊക്കെ അത് കേൾക്കും. വരിക, വന്ന് ഞങ്ങളെ സഹായിക്കുക. അത് ആത്മാവിന്റെ ശബ്ദമാണ്. അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരമാണ്. അത് ദൈവഹൃദയം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആ ശബ്ദം കേൾക്കും. കർത്താവിന് സ്തോത്രം. പൗലോസ് ഏഷ്യയിൽ ശുശ്രൂഷിച്ചതായ ശുശ്രൂഷയുടെ ഒരു ഭാഗം കഴിഞ്ഞെന്ന് വേണേ പറയാം. അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. വിശ്വാസത്തിൽ ഉറച്ചു, എണ്ണത്തിൽ പെരുകി, വിശ്വാസത്തിൽ ശക്തരായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി അതാണ്, വിശ്വാസത്തിൽ ശക്തരാക്കുക. അവിടെ നിന്നാണ് വളർച്ച ഉണ്ടാകുന്നത്. വിശ്വാസം ഉറയ്ക്കാതെ സഭയ്ക്ക് വളർച്ചയില്ല. അങ്ങനെ ഉണ്ടായാൽ അത് ശരിയല്ല. നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസം ആവശ്യമാണ്. ഇളകുന്ന വിശ്വാസം നമുക്ക് ദൈവം തരുന്നില്ല. മഹാദൈവം തരുന്നത്, പരിശുദ്ധാത്മാവ് തരുന്നത് ഒരു ഉറച്ച വിശ്വാസമാണ്. അതിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയുന്നത്. പത്രോസിനോട് പറഞ്ഞത് അത് തന്നെയാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഉറച്ചതിന്മേൽ ദൈവത്തിന് പണിയാനുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മൾ ആരും ഇളകുന്നവരായിരിക്കരുത്. കർത്താവിന് അങ്ങനെയുള്ളവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇരു മനസ്സുള്ള മനുഷ്യൻ ഒരേ സമയത്ത് 2 വിഷയങ്ങളിൽ ഒരുപോലെ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ തന്നെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അവനെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഉറച്ചവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ സ്ഥിരമാനസരാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത് നമ്മെ എല്ലാവരെയും ഉറച്ചവരാക്കാൻ വേണ്ടിയാണ്. നാം ഒന്നിന്റെയും പിന്നാലെ പോകുന്നവരായിരിക്കരുത്. നമ്മെ നടത്താൻ ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിക്കുകയും നമ്മെ കൊണ്ട് പിന്നെ എന്തൊക്കെ ചെയ്യിക്കണമോ അത് മുഴുവൻ ചെയ്യിക്കുകയും ചെയ്യും. ഉറക്കാത്തവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഉറച്ചവരല്ല. ഈ ലോകത്തിൽ നിങ്ങൾ നോക്കിയാൽ സഭയ്ക്കകത്ത് മാത്രമല്ല, സഭയ്ക്ക് പുറത്താണെങ്കിലും അനേക മനുഷ്യരെ അൺസ്റ്റേബിൾ ആണ്, ഉറക്കാത്തവരാണ്, അസ്ഥിരന്മാരാണ്.
കർത്താവിന് സ്തോത്രം. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ അസ്ഥിരത എന്ന് പറയുന്നത്. നാം എന്ത് തീരുമാനമെടുത്താലും അത് സ്ഥിരതയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അസ്ഥിരമായ തീരുമാനങ്ങളെ സ്വർഗത്തിലെ ദൈവം പാപമായിട്ടാണ് കാണുന്നത്. ഉദാഹരണം, 1 തിമോത്തിയോസ് 5:11-12 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, 1 Timothy 5:11 and 12, ഇളയ വിധവമാരെ ഒഴിവാക്കുക. അവർ ക്രിസ്തുവിന് വിരോധമായി കുളച്ചു മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. നമ്മൾ ചിന്തിച്ചേക്കുന്ന പോലല്ല. ഒരാൾ ഒരിക്കൽ തീരുമാനമെടുത്തു, 20-ാം വയസ്സിൽ തീരുമാനമെടുത്തു, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ സുവിശേഷ വേല ചെയ്യാൻ പോവുകയാണ് തീരുമാനമെടുത്തിട്ട് 50-ാം വയസ്സിൽ ഒരു വലിയ ലൂസ് മോഷനൊക്കെ ഉണ്ടാകുമ്പോൾ പോയി വിവാഹം കഴിച്ചാൽ അവിടെ പറഞ്ഞേക്കുന്ന എന്താണ്? ശിക്ഷാവിധി ഉണ്ടാവുക. ശിക്ഷാവിധി ഉണ്ടാകുക. കണ്ടം. സ്വർഗത്തിലെ ദൈവം പറയാ, ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ശിക്ഷാവിധി ഉണ്ടാകുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് നേരാതിരിക്കുന്നത് നല്ലത്, നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ. കാരണം നേർന്നിട്ട് നിവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി ഉണ്ടെന്ന്. കണ്ടംഡ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്തിന് ഇറങ്ങി തിരിച്ചോ അതിൽ നമ്മൾ സ്ഥിരമാനസരായിരിക്കണം. ഇളകുന്നവരായിരിക്കരുത്, ചാഞ്ചാട്ടമുള്ളവരായിരിക്കരുത്. ഈ ലോകത്തിൽ ഓരോ തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ മനുഷ്യനുണ്ട്. നമ്മൾ മെഡിക്കൽ ടേംസിൽ നോക്കുമ്പോൾ അവർ ഈ ഫോബിയ എന്ന് പറയും, ഫിയർ. അല്ലെങ്കിൽ നമ്മള് മാനിയാക്ക് എന്ന് പറയും. ഒരു തരം തലയ്ക്കൊരു തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ചില സ്വഭാവങ്ങൾ. ഓരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ഇങ്ങനെയുള്ള ഈ മാനിയാക്ക് ഉണ്ട്. കർത്താവിന് സ്തോത്രം. ചിലർക്ക് അത് ഫിയർ ആണ്. അവരെന്ത് കേട്ടാലും ഒക്കെ ഞെട്ടിപ്പോകുന്നവരാണ്. അതൊരു ശരിയായ ലക്ഷണമല്ല, ഒരു വല്ലാത്ത രോഗലക്ഷണമാണ്. കർത്താവിന് ഇഷ്ടമുള്ളതല്ല, കർത്താവ് തരുന്നതല്ല അത്. ഈ ഞെട്ടുന്ന സ്വഭാവം. സ്ഥിരമാനസരായവൻ അങ്ങനെ ഞെട്ടുന്നവരല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവർ സ്ഥിരമായിട്ട് പോകുന്നവരായതുകൊണ്ട് അവരുടെ വഴിയെക്കുറിച്ചും അവർ പോകുന്ന പാതയെക്കുറിച്ചും ദൈവം അവർക്ക് നടത്തുന്ന നടത്തിപ്പിനെ കുറിച്ചും നല്ല ബോധമുള്ളവരാണ്. പരിശുദ്ധാത്മാവാണ് അവരെ നടത്തുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരമാനസരായിരിക്കണം. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അസ്ഥിരന്മാരായ സുവിശേഷ വേലക്കാരനെ സ്വർഗത്തിലെ ദൈവം ഒരു വേലയ്ക്ക് ഉപയോഗിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും ഞാൻ എന്തിനു വേണ്ടി പോകുന്നെന്നും ഞാൻ എവിടേക്ക് പോകുന്നെന്നും ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നെന്നും ഞാൻ നാളെ എന്ത് ചെയ്യാൻ പോകുന്നുവെന്നും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധമുള്ളവനാണ് ഒരു ദൈവ പൈതൽ. അവൻ ഇറങ്ങി തിരിച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ചാഞ്ചാട്ടം നടത്തുന്നവനല്ല. അവൻ ഉറച്ചവനാണ്. പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ശീലാസും പൗലോസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവര് തമ്മിൽ രാത്രി പറഞ്ഞു, എന്തോ വല്ല അബദ്ധം നമ്മൾ കാണിച്ചു തന്നോ, നീ പറഞ്ഞോണ്ട്. ശീലാസ് അങ്ങോട്ട് പറഞ്ഞത് എന്തോ, നീ പറഞ്ഞോണ്ടാ ഞാനിവിടെ ഇറങ്ങി തിരിച്ചത്, അതുകൊണ്ട് ഇങ്ങനൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ നീ ആ മർക്കോസിനെ വിട്ടത് കൊണ്ടല്ലയോ? കാരണം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്തോ ഉഗ്രവാദം ഉണ്ടായിരുന്നു. പൗലോസും ഭരണവാസം തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് വാദം ഉണ്ടായത്? മർക്കോസിനെ വേണ്ടാന്ന് പൗലോസ് പറഞ്ഞു. കാരണം എന്താണ്? അവൻ സ്ഥിരമാനസനല്ല. അവൻ കഴിഞ്ഞ തവണ വേലയ്ക്ക് കുറച്ച് വന്നിട്ട് ഇടയ്ക്ക് വെച്ച് പോയവനാ. പൗലോസ് പറഞ്ഞു, അങ്ങനെയുള്ളവനെ ഈ വേലയ്ക്ക് വേണ്ട, സ്ഥിരമാനസനല്ലാത്തവനെ വേണ്ട, ഉറച്ച വിശ്വാസമുള്ളവനെ മാത്രമേ ഇതിനകത്ത് കൊണ്ടുപോകത്തുള്ളൂ. ഭരണവാസം പറഞ്ഞു, കുഴപ്പമില്ല, അവൻ പിന്നെ ഉറച്ചോളൂ. പൗലോസ് പറഞ്ഞു, വേണ്ട, പിന്നെ ഉറച്ചിട്ട് പിന്നെ അവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ ഉറച്ചു കഴിഞ്ഞ പിന്നാണ് പൗലോസ് പിന്നെ അവനെ അടുപ്പിച്ചത്. ഈ അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ചിന്താഗതികളൊന്നും അവർക്കില്ല. അവര് കാരാഗ്രഹത്തിൽ ഇടുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും അവർക്കുണ്ടായില്ല.
അവർ തമ്മിൽ തമ്മിൽ കുറ്റം പറഞ്ഞില്ല, ഇറങ്ങി തിരിച്ചതും അബദ്ധമായോ എന്ന് അവർ ചിന്തിച്ചേ ഇല്ല. അവർ ഉറച്ചവരാണ്. അവർക്കറിയാം എന്താണ് ഇന്ന് സംഭവിച്ചതെന്നും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇന്ന് രാത്രിയിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നും ഇതിനെ കുറിച്ചൊക്കെ ഉറച്ച അറിവുള്ളവരാണ് അവർ. ഹല്ലേലൂയ. സോ ദൈവവചനത്തെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു, നീ ഉറച്ചവനായിരിക്കണം. അവിടെ എന്തെങ്കിലും അങ്ങോട്ട് കാണുമ്പോൾ അങ്ങോട്ട് ചായി, ഇങ്ങോട്ട് കാണുമ്പോൾ ഇങ്ങോട്ട് ചായുകയും, അവിടുന്ന് ഒരു കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് വളഞ്ഞു നിൽക്കുകയും, ഇവിടുന്ന് ഒരു കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് വളഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആയിരിക്കരുത്. അത് കാണുമ്പോൾ അത് ശരിയാണോ, ഇത് കാണുമ്പോൾ ഇത് ശരിയാണോ, മറ്റേത് കാണുമ്പോൾ മറ്റേത് ശരിയാണോ, ഇങ്ങനെ ഒന്നും ഉള്ളതിന്റെ ഒന്നും പിന്നാലെ പോകരുത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില മനുഷ്യരെ അവരെ ഓരോ മാനിയാക്ക് എന്ന് പറയും. ചില മനുഷ്യർ സ്റ്റേജ് മാനിയാക്ക് എന്ന് പറയുന്ന രോഗം അവർക്കുണ്ട്. അവർക്ക് ഈ സ്റ്റേജ് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി പ്രയാസം. ചിലർക്ക് മൈക്ക് മാനിയാക്ക് എന്ന് പറയുന്ന രോഗമുണ്ട്. മൈക്ക് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് താഴെ വെക്കാൻ ഇച്ചിരി പാടാണ്. ചിലർക്ക് മിറക്കിൾ മാനിയാക്ക് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അവർക്ക് യേശുവല്ല വേണ്ട, ദൈവമല്ല വേണ്ടത്, കർത്താവിന് വേണ്ടിയുള്ള ദാഹവുമല്ല, എവിടെയെങ്കിലും ഒരു അത്ഭുതം അവർക്ക് കാണണം. മിറക്കിൾ മാനിയാക്ക്, അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കും. അത്ഭുതം വേണം, എനിക്കും വേണം. സ്തോത്രം. അത് കാണുന്നത് വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ്, അത് അനുഭവിക്കുന്നത് ഇഷ്ടമാണ്. അത് ദിവസവും അനുഭവിക്കുന്നുമുണ്ട്. എല്ലാ ദിവസവും അത്ഭുതമാണ് കർത്താവിന് സ്തോത്രം. പക്ഷെ ഞാൻ മിറക്കിൾ മാനിയാക്കല്ല, അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ കർത്താവിന് വേണ്ടിയാണ് ദാഹിക്കുന്നത്, അത്ഭുതത്തിന് വേണ്ടിയല്ല ദാഹിക്കുന്നത്. എന്റെ യേശുവിന് വേണ്ടിയാണ് ദാഹിക്കുന്നത്. കർത്താവിന്റെ കൂടെ നടക്കാനാണ് ദാഹിക്കുന്നത്. കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ദാഹിക്കുന്നത്. ആത്മാവിന്റെ ശബ്ദം കേൾക്കാനാണ് ദാഹിക്കുന്നത്. ആത്മാവിനെ അനുസരിക്കാൻ വേണ്ടിയാണ് ദാഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചവരാകണം. അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ കുറെ സഹോദരിമാര് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ സാധാരണ ഒരു സ്ഥലത്ത് പോയാൽ ഒരു സിനഗോഗിലോട്ടാണ് പോകുന്നത്. എന്നാൽ ഫിലിപ്പിയിൽ ചെന്നപ്പോൾ ഫിലിപ്പിയിൽ സിനഗോഗ് ഇല്ല. കാരണം ഒരു സിനഗോഗ് വേണമെങ്കിൽ 13 പുരുഷന്മാരെങ്കിലും വേണം, പ്രായമുള്ളവർ. അങ്ങനെയുള്ളത്തെ ഒരു സിനഗോഗ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇവിടെ അത്രയും ഇല്ലായിരിക്കാം. അതുകൊണ്ട് ചില സഹോദരിമാരുടെ ഒരു പ്രാർത്ഥന അവിടെ ഉണ്ട്. അവിടെ നല്ല കഴിവുള്ള ഒരു സഹോദരൻ, കഴിവെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല, അവർക്ക് ഇവിടുത്തെ കാർഡോൺ പോലെ നല്ല ഒരു ഫാക്ടറി ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ആർക്കാണ്? ഈ ലുദിയ എന്ന് പറയുന്ന സഹോദരിക്ക് വലിയ ഫാക്ടറി ഉണ്ട്. നല്ല കോസ്റ്റ്ലി ഫാക്ടറിയാണ്. കാരണം ഈ മീനിന്റെ പ്രത്യേകമായ ഫിഷിന്റെ അതിന്റെ ആ ഡൈ എടുത്തിട്ട് ആ ഡൈയിൽ നിന്ന് ചുമന്ന രക്താംബരം എന്ന് പറയുന്നതായ ആ വിലയേറിയ സാധനം അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാക്ടറി. അത് വളരെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ നല്ല വരുമാനമുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള, എന്നാൽ ഈ സാമ്പത്തിക ശേഷിയും വരുമാനവും ഉണ്ടായതുകൊണ്ട് ദൈവഭക്തിയിൽ ഒട്ടും പുറകോട്ടല്ല, എല്ലാരെക്കാട്ടിലും അതിനകത്ത് മുന്നോട്ടാണ്. സ്തോത്രം. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം കിട്ടിയാൽ പിന്നെ ദൈവത്തെ പിന്നെ വലിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ ദാഹമെല്ലാം അതിനു വേണ്ടിയായിരുന്നു. ചിലരിങ്ങനെ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാന്ന് പറഞ്ഞാൽ ഓർക്കുന്നത് മുഴുവൻ വിലനിൽക്കായി കൊണ്ടുവന്നു, വീട് തന്നു, കാറ് തന്നു, ഇതെല്ലാമാണ് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നെന്നാ പലരുടെ മനസ്സിലിരിക്കുന്നത്. അതല്ല നമ്മൾ പറയുന്നത്. അതിനകത്ത് വലിയ കഥയില്ലാത്ത കാര്യം. കർത്താവിന്റെ സ്തോത്രം. ദൈവം നൽകിയ ചില വിലയേറിയ ആത്മീക അനുഭവങ്ങളുണ്ട്. സത്യമായത്, ഘനമായത്, വിശുദ്ധമായത് ദൈവം പരമേൽപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നല്ലാതെ മറ്റേതൊന്നുമല്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരി അവളുടെ ഫാക്ടറി ജോലി ചെയ്യുന്നവർക്കും കൂടെ ഒക്കെ ആയിരിക്കാം. ഇവരെല്ലാം കൂടെ പോയി ഒരു പുഴവക്കത്ത് അവിടെ നല്ല പ്രാർത്ഥനയുണ്ടെന്ന് അപ്പോസ്തലന് മനസ്സിലായി. ചില അപ്പോസ്തലന്മാർക്ക് സഹോദരിമാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നും വലിയ മറുപ്പൊന്നും ഇല്ലായിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ അല്ലായിരുന്നു. എവിടെയായാലും സഹോദരിമാർ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് പോയി അവരോട് സുവിശേഷം പറഞ്ഞു. സ്തോത്രം. അവിടെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്തുണ്ടായി? ലിദിയ എന്ന് പറയുന്നതായി സഹോദരി സുവിശേഷം പൗലോസ് പ്രസംഗിച്ചത് നല്ല ശരിക്ക് കേട്ടു. അവള് കേട്ടു. അപ്പോൾ അവള് ശരിക്ക് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്തു. അവളുടെ ഹൃദയം തുറന്നു. ഉറക്കം തൂങ്ങിയുടെ ഹൃദയം ദൈവാത്മാവ് തുറക്കാറില്ല.
ശരിക്ക് കേൾക്കുന്നവരുടെ ഹൃദയം ദൈവാത്മാവ് തുറക്കുന്നു. ഞാൻ ഈ പറയുമ്പോഴും ഉറങ്ങുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ അവള് ശ്രദ്ധയോടെ ദൈവവചനം കേട്ടു. ദൈവവചനം കേട്ടതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അവളോട് പ്രത്യേക താല്പര്യം തോന്നി. പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയം തുറന്നു. സ്തോത്രം. അപ്പോൾ ഈ ദേശത്തെ, യൂറോപ്പിലെ ഈ വലിയ സുവിശേഷ വേലയുടെ തുടക്കം പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാരുടെ ഒരു മീറ്റിംഗിന് പൗലോസ് അപ്പോസ്തലൻ പോയതായിരുന്നു. ദൈവം ഹൃദയം തുറന്നതായ ഈ സഹോദരി, കർത്താവിന് സ്തോത്രം, അവൾ വിശ്വാസത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അവളെ കുറച്ചു. നമ്മളവിടെ വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാം. അവള് സുവിശേഷം കേട്ടു, ഹൃദയം തുറന്നു. അടുത്ത എന്തോ സംഭവിച്ചു? അവള് വിശ്വസിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? അവള് സ്നാനപ്പെട്ടു. പിന്നെ എന്ത് സംഭവിച്ചു? പൗലോസിനോട് പറഞ്ഞു, എന്നെ വിശ്വസ്തയെ നേടുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 by 1 വിതിൻ നോ ടൈം ഇങ്ങനെ കയറി അവിടെ പോകുമായിരുന്നു. കാരണം അവിടെ നാളുകളായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്കുള്ളതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മറുപടിയാണ്. ഇവളുടെ പ്രാർത്ഥനയായിരിക്കാം ആ ദർശനം. എന്ത്? ഞങ്ങളെ വന്ന് സഹായിക്കുക. പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്ത ദർശനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാരുടെ പ്രാർത്ഥനയാണ്, ഞങ്ങളെ വന്ന് സഹായിക്കുക. അവള് കുടുംബവും സ്നാനമേറ്റു. കർത്താവിന് സ്തോത്രം. അടുത്തത്, പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അപ്പോൾ ഈ ഒരു പെങ്കൊച്ചിന് ദുരാത്മാവ് ബാധിച്ചാൽ യജമാനന്മാർക്ക് ഒത്തിരി ലാഭം. അതുകൊണ്ട് ഇവര് കുറച്ചുകൂടെ സാധാരണ അടിമകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വില കൂടുതൽ കൊടുത്താണ് ഇവളെ വാങ്ങിയത്. കാരണം ഇവളുടെ മണ്ടയ്ക്ക് ഒരു ദുരാത്മാവ് ഉള്ളത് കൊണ്ട്. ദുരാത്മാവ് ഉള്ളതിന്റെ ഡിമാൻഡ് കൂടുതലാണ്. കർത്താവിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവുള്ളതിനോ? ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ ദുരാത്മാവ് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. അത് അതിനെക്കാട്ടി അപകടം. ഇത് മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ല, ഇത് യേശുവിനെ കുറിച്ച് പറയുന്നത് കൂടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് പോയപ്പോഴും അന്നേരം പള്ളിയിൽ ഇരുന്നുകൊണ്ടൊരു ദുരാത്മാവ്, യഹൂദന്മാരുടെ സിനഗോഗിൽ ഇരുന്നുകൊണ്ടൊരു ദുരാത്മാവ് എന്താ പറഞ്ഞു? ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര. യേശുവിനെ വിളിക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര. അവിടുത്തെ നല്ല ആത്മാവുള്ളവരൊന്നും അങ്ങനെ പരസ്യമായിട്ട് വിളിച്ചില്ല. ഒരു ദുരാത്മാവാണ് പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര. അപ്പൊ അതിന് പിന്നിൽ ദുരാത്മാവിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും അത് തന്നെ പറഞ്ഞു. എന്ത്? ഇവർ രക്ഷയുടെ വഴി, ഏതെങ്കിലും വഴി പറയുമല്ല, പിന്നെ രക്ഷയുടെ വഴി. ഇവരുടെ കയ്യിൽ രക്ഷയുടെ വഴിയുണ്ട്. ഇത് പലനാൾ ചെയ്തു വന്നപ്പോൾ പൗലോസ് സാഹി കെട്ടു. എന്നിട്ട് ആ ദുരാത്മാവിനെ ശാസിച്ചു. കർത്താവിന്റെ സ്തോത്രം. ആ ശാസന കഴിഞ്ഞപ്പോഴാണ് എന്തുണ്ടായത്? പുരുഷാരം ഇളകി ഇവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. കർത്താവിന്റെ സ്തോത്രം. അവരെ റോമക്കാരായ നമുക്ക് അംഗീകരിക്കാവുന്ന അതിന്റെ 21-ാം വാക്യം, ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. യെസ്, ഇവിടുത്തെ ചിലരെയൊക്കെ അവരെ സ്നാനപ്പെടുത്തി അവരെ കൊണ്ടുവരുന്നു. കാരണം അന്നത്തെ റോമൻ ഗവൺമെന്റ്, സെനറ്റ് അനുവദിക്കാത്ത വിശ്വാസങ്ങളൊന്നും റോമ പൗരന്മാർക്ക് സ്വീകരിക്കാൻ അനുവാദമില്ലായിരുന്നു. ഇപ്പോൾ സെനറ്റ് അംഗീകരിക്കാത്തതാണ് യേശുവിന്റെ രക്ഷാമാർഗം. അത് അംഗീകരിക്കുന്നതുകൊണ്ട് അവരെ അനുവദിക്കരുത്. പുരുഷാരം അവരുടെ നേരെ ഇളകി അവരുടെ വസ്ത്രം പിടിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. വളരെ അടുപ്പിച്ച ശേഷം. യഹൂദന്മാർ അടിച്ചാൽ വളരെ അടിക്കത്തില്ല, മാക്സിമം 39 അടിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ കണക്കൊന്നുമില്ല, വളരെ അടിച്ചു.
കർത്താവിന് സ്തോത്രം. ഇത് 3 പ്രാവശ്യം ഇങ്ങനെ പൗലോസ് അവരുടെ അടി കിട്ടി. എന്നാൽ ഈ അടി കിട്ടിയപ്പോഴൊന്നും പൗലോസ് അടിക്കുന്നതിന് മുമ്പ് വരട്ടെ, ഞാൻ റോമൻ പൗരനാണ് അന്നേരം ഒന്നും പൗലോസ് പറഞ്ഞില്ല. തന്റെ അവകാശങ്ങളൊന്നും ഒരിക്കലും കിട്ടുന്ന പീഡനങ്ങൾക്കെതിരെ ഉപയോഗിച്ചില്ല. ഈ ഏതെങ്കിലും ഒരു സമയത്ത് പൗലോസ് പറയുക, നിങ്ങൾ അടിക്കാൻ വരട്ടെ, ഞാൻ റോമ പൗരനാണെന്ന് പറഞ്ഞാൽ ഒറ്റയടി പോലും അടിക്കത്തില്ലായിരുന്നു. പക്ഷെ പൗലോസ് തന്റെ അവകാശങ്ങളൊന്നും ഉപയോഗിക്കാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനുഭവിച്ചു. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. കാലാമത്തിലിടുക എന്ന് പറഞ്ഞാൽ വലിയ തടി, എടുക്കാൻ വയ്യാത്ത വലിയ തടി, ആ തടിക്കകത്തൂടെ വലിയ തുളയുണ്ടാക്കിയിട്ട് ആ തുളയ്ക്കകത്തൂടെ കാലിട്ട് പൂട്ടുക. ആദ്യമായിട്ട് സൺഡേ സ്കൂള് തുടങ്ങിയ സമയത്ത് ഇതുപോലെ സൺഡേ സ്കൂൾ പഠിക്കുന്ന പിള്ളേരെ സൺഡേ സ്കൂളിൽ കൊണ്ടിരുത്തിയിട്ട് ഇതുപോലെ തുളയ്ക്കകത്തിട്ടായിരുന്നു. കാരണം അമ്മമാർ ഒരെണ്ണം ഇരിക്കുന്നതല്ല സൺഡേ സ്കൂളിൽ. അങ്ങനെ ഈ തുളയ്ക്കകത്തിട്ട് വലിയ തടിയയിൽ അവരുടെ കാല് വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുറെ ആദ്യത്തെ സൺഡേ സ്കൂളൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇപ്പൊ നമുക്ക് അങ്ങനൊന്നും ചെയ്യാനൊക്കത്തില്ല, നമ്മൾ അതിന് പോവുകയും വേണ്ട. എന്നാൽ ഇവരെ ഇങ്ങനെ ചെയ്ത് വളരെ വേദനയിലായിരിക്കുമ്പോൾ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കർത്താവിന്റെ സ്തോത്രം. അർദ്ധരാത്രിയായി, കാരണം ഒരു പുതിയ യൂണിഫോമാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. കാല് ആമത്തിനകം വസ്ത്രമൊക്കെ അവര് വരച്ചുരിഞ്ഞു, അടി ഇഷ്ടം പോലെ കൊണ്ടു. അപ്പൊ ഈ പുതിയ യൂണിഫോമിനകത്തിൽ ഈ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ അല്പസമയം എടുത്തൊന്ന് സെറ്റ് ആകാൻ. കാരണം പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന്, ചുമ്മാ നമ്മളെ പോലുള്ള ഉഴപ്പം പ്രാർത്ഥനയൊന്നുമല്ല. ക്രിസ്ത്യാനിക്കൊക്കെ പ്രാർത്ഥിക്കാൻ എന്തോ ഒരു സെക്കൻഡ് പോലും വേണ്ട, ഇങ്ങനെ ഒരു വരയും വരച്ചാൽ മതി. പൗലോസിന് അങ്ങനെയല്ല. കാലാമത്തിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി കുറെ സമയമെടുത്ത് ഈ കാലും കൈയും ശരീരവും ഇതെല്ലാം ഒന്ന് നോർമൽ ആക്കിയതിന് ശേഷം അവരെന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. അർദ്ധരാത്രി ആയപ്പോഴത്തേക്ക് ഈ അടിയെല്ലാം കിട്ടി. തങ്ങളുടെ ശരീരമൊക്കെ ഒരു പരുവത്തിൽ എങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവര് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കർത്താവിന് സ്തോത്രം. അവര് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. അവിടെ പാട്ടുപാടി എന്നുള്ളത് മലയാളത്തിൽ അങ്ങ് വിട്ടുകളഞ്ഞു. മലയാളം ദൈവത്തെ പാടി സ്തുതിച്ചു. കർത്താവിന് സ്തോത്രം. അത് അവിടെ എഴുതിയിരിക്കുന്നത് അവര് ഹിംസ്, അവര് ഹിംസ് പാടി. കോറസ് അല്ല പാടിയത്, അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് ഹിംസ് പാടി. കോറസ് പാടിയുള്ള കുഴപ്പം എന്താ? ഹല്ലേലൂയ 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 എന്ന് പാടിയാൽ ഇങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ മാത്രമേ അതിന് കാണത്തുള്ളൂ. ബൈബിളിലെ മോഡൽ അങ്ങനെയല്ല. ബൈബിളിലെ മോഡൽ ഹല്ലേലൂയ പറയണമെങ്കിൽ അതിനൊരു കാരണമാണ്. നമ്മുടെ ആ ഇടുക്കിയിലുള്ള ദേവദാസൻ പാട്ട് പാടി, എൻ പ്രേമ ഗീതമാ എൻ യേശുനാഥനെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇങ്ങനെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആരാധന. എനിക്ക് ആരാധിക്കണമെങ്കിൽ ചുമ്മാ അങ്ങോട്ട് നിന്ന് ആരാധിക്കുന്നതല്ല, അത് ഹിന്ദുക്കളുടെ ആരാധന. എന്തുവാ? നമോ 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ മതിയാവും. അല്ലെങ്കിൽ സ്വാമിയെ പിന്നെ അയ്യപ്പൂന്നും പറഞ്ഞാൽ മതി. പിന്നെ വേറെ ഒന്നും പറയേണ്ട ആവശ്യം. ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് അങ്ങനെ അല്ല. കാരണങ്ങൾ ഒരുപാടുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ. അതിങ്ങനെ ഉള്ളത്തിൽ നിന്ന് തിങ്ങി നിറഞ്ഞു വരിക. അത് പാടുമ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുക. എന്റെ പ്രേമഗീതം, എനിക്ക് ഇങ്ങനൊരു പാട്ട് പാടാൻ വേറെ ഒന്നും എന്റെ ജീവിതത്തിലില്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, അതിനെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കണം. വർണ്ണിച്ച് ഞാനൊരു ദൈവത്തിനൊരു നല്ല പാട്ട് എനിക്ക് പാടണം. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, ആ ഉത്സാഹത്തോടെ വേണം എല്ലാ ദിവസവും ദൈവസന്നിധി കൂടി വരാൻ. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്ക് 98 വീട്ടുകാരുടെ ഒരു ലിസ്റ്റ് നമ്മുടെ എല്ലാം വീട്ടിൽ തന്നിട്ടുണ്ട്, അല്ലേ? ഉണ്ട്. അതെന്തിനു വേണ്ടി തന്നതാ? അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനാണ് കേട്ടോ. ഞാൻ ലിസ്റ്റ് കൈ വെച്ചോണ്ടിരിക്കാനല്ല, പോക്കറ്റ് വെക്കാനല്ല, അല്ലെ അതിനകത്തിൽ ഇഷ്ടമുള്ള നമ്പർ വിളിക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ തന്നേക്കുന്നത്.
നിങ്ങൾക്ക് ഒരു ദിവസം ഇരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമില്ലെങ്കിൽ പകുതി പ്രാർത്ഥിക്കും, ബാക്കി അടുത്ത ദിവസം പോയി. അതിനൊരു നമ്പറൊക്കെ ഇട്ടു, ഇന്ന് ഞാൻ 49 വരെ പ്രാർത്ഥിച്ചു, ബാക്കി 49 നാളെ പ്രാർത്ഥിക്കാം, അങ്ങനെ വെച്ചു. പക്ഷെ പ്രാർത്ഥിക്കണം. സ്തോത്രം. എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ സഭയിൽ തന്നിരിക്കുന്ന, എന്റെ കൂട്ടുവിശ്വാസികളായി തന്നിരിക്കുന്ന ഇവരെ ഓരോരുത്തരെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവരെ ഏതെങ്കിലും വിഷയം പ്രാർത്ഥനയ്ക്ക് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ വിഷയം അന്നേരം ഓർക്കണം, അത് ഓർത്ത് അന്നേരം പ്രാർത്ഥിക്കണം. അവർക്ക് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. തന്റെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദൈവമക്കളല്ല. അങ്ങനെയുള്ള മക്കളൊന്നും ദൈവത്തിനില്ല. അത് 10 പേരെ സെലക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അതും ശരിയല്ല. എല്ലാവർക്കും 98 വേണ്ടിയും പ്രാർത്ഥിക്കണം. അവരുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് നമ്മളെ ദൈവമക്കളാക്കിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്തോത്രം. പിന്നെ ദൈവമക്കളുടെ പ്രത്യേകതയാണ് നമ്മൾ പാടുന്നവരായിരിക്കണം. നമ്മുടെ പ്രത്യേകതയാണ് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ സമയത്തും നമുക്കൊരു പാട്ടുണ്ട്. എത്ര വലിയ കഷ്ടമുണ്ടായാലും അതിന്റെ നടുവിൽ നമുക്കൊരു പാട്ടുണ്ട്. എത്ര വേദന ഉണ്ടായാലും ആ വേദനയുടെ നടുവിൽ നമുക്കൊരു പാട്ടുണ്ട്. എത്ര സന്തോഷം ഉണ്ടായാലും ആ സന്തോഷത്തിന്റെ നടുവിൽ നമുക്കൊരു പാട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇവിടൊക്കെ കിട്ടി ഒരു നല്ല പാട്ടുസം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ മാറാനാഥാക്കാരുടെ പാട്ടുസം, അതിലെ ഒരെണ്ണം എല്ലാവരും മേടിക്കണം കേട്ടോ, എല്ലാ വീട്ടുകാരും. ഞാൻ അവരുമായിട്ടൊരു കമ്മീഷൻ മേടിക്കില്ല കേട്ടോ, പക്ഷെ അതിലെ ഒരെണ്ണം എല്ലാവരും വാങ്ങിക്കണം. അതിനകത്തിൽ നല്ല പഴയ പാട്ടുകളെല്ലാം അതിനകത്തുണ്ട്. അതിന്റെ പലതിൻ്റെയും എഴുതിയ സന്ദർഭവും അതിനകത്തുണ്ട്. അത് കുറച്ചുകൂടെ നമ്മളെ സഹായിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോയപ്പോഴാണല്ലോ ഈ പാട്ട് എഴുതിയെന്നുള്ളത്. കർത്താവിന് സ്തോത്രം. അതെല്ലാവരും വാങ്ങിക്കണം. കഴിവതും ഈ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ കയ്യിലൊരു വേദപുസ്തകവും ഒരു പാട്ട് പുസ്തകവും കൂടെ പിടിച്ചോണ്ട് വരുന്ന നല്ല കാര്യമാണ്. പലരും ഇപ്പോൾ ഒന്നും കൊണ്ടുവരാൻ ബക്കറ്റിൽ ഒരു ഐപാഡ് കാണുമായിരിക്കും, അതേപോലെ. പിന്നെ നമുക്കിവിടെ അതിന്റെ ആവശ്യം രീതിയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എന്റെ എവിടെല്ലാം എഴുതി കാണിച്ചുകൊണ്ട് കർത്താവിന്റെ മക്കളെ, ദൈവമക്കളെ, നമ്മൾ ഈ പുസ്തകം മാറ്റി വെക്കരുത്. ഇതിങ്ങനെ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അത് എന്തെല്ലാം ആധുനികത ഈ ലോകത്തിൽ വന്നാലും നമ്മൾ അതിന്റെ ഒന്നും പിന്നാലെ പോകരുത്. പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ 19കാരനായാലും ഒരു സിനിമ കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരിക്കലും സിനിമ കാണുന്നില്ലായിരുന്നു. കാരണം തിയേറ്ററിലെങ്ങാനും പോയെന്നറിഞ്ഞാൽ പിന്നെ അത് മതി. നാട്ടിൽ മുഴുവൻ, നമ്മുടെ നാട്ടിലെ ഏത് ജാതിക്കാരനാണേലും പറയും, അയ്യോ അവൻ ബന്ധുക്കോസുകാരനാ, പക്ഷെ അവൻ സിനിമാ കോട്ടെ പോയെന്ന് പറയും. പക്ഷെ ഇപ്പൊ പിന്നെ സിനിമാ കോട്ടെ പോകേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിൽ ഇതങ്ങ് വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ കുറച്ചു നാളായപ്പോ നമുക്ക് ആർക്കും അത് തെറ്റല്ലെന്ന് തോന്നി. തെറ്റ് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. കാനഡയിലെ LCBC എന്നാണ് ഈ കള്ളുഷാപ്പിന് പറയുന്ന പേര്. ഇവിടെ അങ്ങനെയാണോ പറയുന്നത്? ഇവിടെ ലിക്കർ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു പെന്തിക്കോസുകാരൻ 2 കുപ്പി കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ കത്തോലിക്കൻ വണ്ടർ, നീ എങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നടാന്ന് ചോദിച്ചു. പെന്തിക്കോസുകാരൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്നോ കണ്ടെന്നോ ലോകത്തിൽ ആരും അറിയണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഒക്കെ ടാപ്പിനകത്ത് വരുന്ന പോലെ ഇനി ടാപ്പിനകത്ത് വീട്ടിലോട്ട് ഇങ്ങനെ ഒരു ടാപ്പ് കൂടെ വെച്ചാൽ പിന്നെ പണ്ട് സിനിമ കോട്ടയം പോകണമായിരുന്നു. ഇപ്പൊ കോട്ടയം പോകണ്ട, നമുക്ക് ടാപ്പിൽ എല്ലാ വീട്ടിലോട്ടും ടാപ്പ് വെച്ചേക്കുണ്ട്. സിനിമ വരുന്ന ഒരു ടാപ്പ്, ഒരു പ്രത്യേക കമ്പി ഇങ്ങനെ ഫിറ്റ് ചെയ്തേക്കും. അതുകൊണ്ട് എല്ലാ റൂമിലും നേരെ ഇനി വരികയാണ്. അപ്പൊ പിന്നെ പാപമല്ലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ വിശദീകരണങ്ങളിലേക്ക് കയറുന്നില്ല. കർത്താവിന് സ്തോത്രം. നമ്മൾ ഉറച്ചവരായിരിക്കും. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിയാലും എന്റെ പ്രമാണങ്ങൾക്കൊരു മാറ്റമില്ല. എനിക്കൊരടങ്ങാത്ത ദാഹമുണ്ട്. ആ ദാഹം വേറെ ഒന്നുകൊണ്ടും ശമിക്കുന്നതല്ല. ഹല്ലേലൂയ. ദൈവത്തിൽ കത്തിച്ച ഒരു കത്തലുണ്ട്. ആ കത്തലിനെ കെടുത്താൻ ഒന്നിനെയും അനുവദിക്കത്തില്ല. കർത്താവിന്റെ സ്തോത്രം.
ദൈവം എനിക്കൊരു വിളക്ക് കത്തിച്ചു തന്നു. അത് ആ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ ആ വിളക്കും പിടിച്ചുകൊണ്ട് ലോകത്തിൽ കൂടെ പോകേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവര് പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒന്നാമത്തെ ജയിലിവാഞ്ചലിസം പൗലോസും ശീലാസും നടത്തിയത്. അതവര് ജയിലിന് വെളിയിൽ നിന്നോണ്ടല്ല നടത്തിയത്, ജയിലിനകത്ത് കയറിയ നടത്തിയത്. അവരൊരു ദിവസം അതിനകത്ത് കുറച്ചു നേരം കിടന്നു, മറ്റുള്ളവർ കിടക്കുന്ന പോലെ കിടന്നു. അവരാദ്യം മാനസാന്തരപ്പെടുത്തിയത് ഒരു ജയിൽ പുള്ളിയെ അല്ല, ജയിലറിനെ തന്നെ, അതിന്റെ സൂപ്രണ്ടിനെ തന്നെയാണ് അവർ മാനസാന്തരപ്പെടുത്തിയത്. എന്നാൽ അവിടെ പറഞ്ഞേക്കുന്നു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രത്യേക സംഗീതം പാതിരാത്രിക്ക് ഉറക്കം വന്നപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ അവർക്ക് ദേഷ്യമല്ല ഉണ്ടായത്, അവർക്ക് ശ്രദ്ധിക്കാനാണ് തോന്നി. കാരാഗ്രഹത്തിൽ ഇങ്ങനെ ഒരു ശബ്ദം, ഒരു പ്രത്യേക സംഗീതം. കർത്താവിന് സ്തോത്രം. ആ സംഗീതം പ്രത്യേകമാണെന്ന് അവർക്കെല്ലാം, കേട്ടവർക്കെല്ലാം തോന്നിയത് കൊണ്ടാണ് അവര് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഇവരെ ഉൾമുറിയിലാക്കിയത് കൊണ്ട് അവിടെ തന്നെ അടിസ്ഥാനങ്ങളാണ് കുലുങ്ങിയത്. ദേശത്തൊന്നും ഇതുണ്ടായില്ല, മജിസ്ട്രേറ്റുമാരൊന്നും അറിഞ്ഞില്ല ഭൂകമ്പം ഉണ്ടായത്. ഈ അടിസ്ഥാനം, ഇതിന്റെ കാരാഗ്രഹത്തിന്റെ മാത്രമാണ് കുലുങ്ങിയത്, അതിനെ മാത്രമാണ് ഇളക്കിയത്. കാരണം രണ്ടുപേർ അതിനകത്തിൽ കിടക്കുന്നു. മൂന്നാമൻ അവിടെ വന്നു. സ്തോത്രം. ഒരിക്കൽ 3 പേര് തീക്കകത്ത് കിടന്നപ്പോ നാലാമൻ അവിടെ വന്നു. ഒരിക്കൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ചുഴലിക്കാറ്റിൽ രണ്ടാമൻ അവിടെ വന്നു. അവൻ രണ്ടാമനായിട്ട് വരും, അവൻ മൂന്നാമനായിട്ട് വരും, അവൻ നാലാമനായിട്ട് വരും, അവനൊരു സൈന്യമായിട്ട് വരും. അതാത് സമയത്ത് ഹല്ലേലൂയ തന്റെ മക്കൾക്ക് വേണ്ടി വരേണ്ട പോലെ, വരേണ്ട രീതിയിൽ, വരേണ്ട അനുഭവങ്ങളോടും കൂടെ വരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഇവർക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ഇവർ അന്യോന്യ കുറ്റം പറഞ്ഞില്ല. പൗലോസിനും ശീലാസിനും ഒന്നും പറയാനില്ല. അവർ ഉറച്ചവരാണ്, അവർ വിശ്വാസത്തിൽ ഉറച്ചവരാണ്. അവർക്ക് ചാഞ്ചാട്ടങ്ങളൊന്നുമില്ല. ദൈവം കുലുക്കേണ്ടതിനെ അവർ കുലുക്കും. എനിക്ക് വേണ്ടി കുലുക്കേണ്ടതിനെ എനിക്ക് വേണ്ടി കുലുക്കും. നമ്മളിൽ 2 പേർക്ക് വേണ്ടി കുലുക്കേണ്ടതിനെ ദൈവം 2 പേർക്ക് വേണ്ടി കുലുക്കും. നമ്മളിൽ 4 പേർക്ക് വേണ്ടി കുലുക്കേണ്ടതിനെ ദൈവം 4 പേർക്ക് വേണ്ടി കുലുക്കും. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഉറച്ചവർക്ക് ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. അവർക്കൊരു സംശയവുമില്ല. കാലാവധി കിടക്കുന്നു, അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. പുറത്ത് ഇഷ്ടംപോലെ അടികൊണ്ടു, അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. അവർക്കൊരു സംശയമില്ലാത്തത് കൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കുന്നു, അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. അവര് പാട്ട് പാടുന്നു, അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. കർത്താവിന്റെ സ്തോത്രം. ഇത് മുഴുവൻ ആത്മാർത്ഥതയിൽ നിന്ന് വരുന്നതാണ്. നമ്മളൊക്കെ ഇന്നിവിടെ പാടി പോലും അവർക്ക് പാടാൻ ഒക്കത്തില്ല. അവരുടെ കൈയും കാലും ബന്ധിക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ അവരുടെ പാട്ടിനെ കുലുക്കാനുള്ള കഴിവുണ്ട്. കാരണം നിഷ്കളങ്കതയിൽ നിന്ന് വരുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുന്നേ, വല്ലഭാതിൻ കൃപ ഓർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലല്ലോ എൻ ജീവിതത്തിൽ ചെയ്ത കൃപ. ഒരു ഹൈന്ദവൻ പയ്യൻ, വലിയ പ്രായമില്ല, അവൻ 25-26 വയസ്സേ ഉള്ളൂ. അവൻ ഹിന്ദുവാണ്. അവൻ മാവേലിക്കര ദൈവത്തിന്റെ വചനം വേർഡ് ഓഫ് ഫെയ്ത്ത് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് എറണാകുളത്ത് പോയി കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് അവിടെ പോയി. അവൻ സുവിശേഷ വേല അവിടെ ചെയ്ത് 21 ദിവസത്തെ ഉപവാസം എടുത്തതിന് ശേഷം അവിടെയുള്ള കത്തോലിക്കരുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞപ്പോൾ അവരെല്ലാം എടുത്തിട്ട് അടിച്ചു. 21 ദിവസത്തെ ഉപവാസത്തിന്റെ ക്ഷീണവും അടിയും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ പാട്ട് വന്നത്. എന്ത്? നന്ദിയാൽ എന്റെ ഉള്ളം തിങ്ങുന്നേ.
അല്ലെ? അങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ വരുന്നത്? അന്നേരം കാരണം അവനൊരു സംശയവുമില്ല, അവൻ ഉറച്ചവനാണ്. അടി കിട്ടിയതിനെ കുറിച്ച് സംശയമില്ല, ഉപവാസം അബദ്ധമായെന്നൊരു സംശയവുമില്ല. നന്ദിയാലുള്ള തിങ്ങുന്നേ, ഓ തിങ്ങി കയറി വരുന്നു, നിറഞ്ഞു കയറി വരുന്നു. അടി കിട്ടിയപ്പോ നിറഞ്ഞു കയറി വരുന്നു. വല്ലഭാ നിൻ കൃപകൾ ഓർക്കുമ്പോൾ. ഹല്ലേലൂയ. ഇവർക്കും അതുകൊണ്ട് പാടാനുണ്ട്. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു, അവൻ തന്നെത്താൻ കൊല്ലുവാൻ വാ. ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു. സ്തോത്രം. ഈ അത്ഭുതത്തിന്റെ പ്രത്യേകതയാണ്, ജയിൽ പുള്ളികൾ പോലും ചങ്ങല അഴിഞ്ഞിട്ടും ഓടിപ്പോയി. കർത്താവിന്റെ സ്തോത്രം. ദൈവം ചെയ്യുന്ന അത്ഭുതത്തിന് അതിൻ്റെതായ യുണീക്നെസ് ഉണ്ട്, പ്രത്യേകതയുണ്ട്. സാധാരണ തുരന്നു പോകുന്നവന്മാരകന്മാർ ഏതെല്ലാം വഴികള് ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചിട്ടില്ലാത്ത വഴികൾ അവർ കണ്ടുപിടിക്കുന്നവരാണ്. പക്ഷേ ഇവർ എല്ലാ വാതിലുകളും തുറന്നിട്ടും ഇവർക്ക് ഓടിപ്പോണമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണ്? രണ്ടുപേരുടെ പ്രാർത്ഥനയും രണ്ടുപേരുടെ പാട്ടും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജർമ്മൻകാരൻ മിഷണറി 1750 മധുരയിൽ വന്ന് സുവിശേഷ വേല ചെയ്ത് തമിഴ് പഠിച്ച് തമിഴ് ഭാഷയിൽ ചില ക്രിസ്തീയ ഗാനങ്ങൾ എഴുതി. ആ ക്രിസ്തീയ ഗാനങ്ങൾ എഴുതി ആ ജർമ്മൻകാരൻ ഈ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ എഴുതി സുവിശേഷ വേല ചെയ്തിട്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഴുതി ഈ പാട്ടുകൾ ഇങ്ങനെ എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലൊരു യാചകൻ, ഒരു ബെഗർ, ഒരു ഭിക്ഷക്കാരൻ വഴിയെ നടന്നുകൊണ്ട് ഇങ്ങനെ പെറുക്കി നടക്കുമ്പോൾ അവനൊരു കുറെ ബുക്ക് ഇത് കണ്ടു. അവനതിട്ട് ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ഈ മിഷണറി ഇറക്കിയ ക്രിസ്തീയ പാട്ടുകളാണ് അതിനകത്ത്. അവനത് വായിച്ചപ്പോൾ അവന്റെ അകത്ത് ഭയങ്കര ചങ്കിടിപ്പുണ്ടായി. അവൻ ആ പാട്ടുകൾക്ക് പേരിട്ടു നെഞ്ചുരുക്കും പാട്ടുകൾ. സ്തോത്രം. നെഞ്ചുരുക്കും പാട്ടുകൾ. ഹല്ലേലൂയ. ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഓടാൻ കഴിയുന്നില്ല. ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഹൃദയത്തെ കേറി പിടിക്കുന്ന പാട്ടാണ്. അത് നെഞ്ചുരുക്കുന്ന പാട്ടാണ്. അതിന് വലിയ സ്വാധീന ശക്തി. കർത്താവിന് സ്തോത്രം. അവരോടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം, ഈ ദൈവദാസൻ അടി കൊണ്ട് വേദനിച്ച് കർത്താവിന്റെ ഹല്ലേലൂയ ആ അനുഭവങ്ങളെല്ലാം പ്രാപിച്ച് ഇത് കണ്ട ഈ ജയിലർക്ക്, കാരാഗ്രഹ പ്രമാണിക്ക് അവനെന്ത് തോന്നി? ഇവരെ ശുശ്രൂഷിക്കണമെന്ന് തോന്നി. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി മുറിവുകളൊക്കെ എന്നിട്ട് ആ രാത്രിയിൽ തന്നെ കാരാഗ്രഹ പ്രമാണിയും അവന്റെ കുടുംബവും സ്നാനമേറ്റു. സ്തോത്രം. അന്യോന്യം കഴുകി. കാരാഗ്രഹ പ്രമാണി മുറിവുകളൊക്കെ കഴുകി. പൗലോസ് അവന്റെ പാപങ്ങളെല്ലാം കഴുകി. അവന്റെ കുടുംബത്തിന്റെ പാപങ്ങളെല്ലാം കഴുകി. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല. ഉടനെ ചെയ്യുക. കർത്താവിന് സ്തോത്രം. ലുദിയായുടെ ഹൃദയം തുറന്നു. അവൾ ഉടനെ സ്നാനപ്പെട്ടു. കാരാഗ്രഹ പ്രമാണി രാത്രിയിൽ രക്ഷിക്കപ്പെട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പ് അവനും സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ ഉടനെ കർത്താവിന്റെ മേശയും നടത്തിയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് പൗലോസും ശീലാസും തിരികെ വന്ന് കാരാഗ്രഹത്തിൽ കിടക്കുകയും ചെയ്തു. രാവിലെ മജിസ്ട്രേറ്റിന്റെ കൽപ്പന വരുമ്പോൾ പൗലോസും ശീലാസും എവിടെ? അവർ വീണ്ടും കാരാഗ്രഹത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് അവരുടെ വിടുതൽ. ഹല്ലേലൂയ. ആ വിടുതൽ ചില സമയങ്ങളിലേക്കുള്ള വിടുതലാണ്. അത് മനുഷ്യൻ കൊടുത്ത വിടുതലല്ല, പരോൾ അനുവദിച്ച് കിട്ടിയതല്ല, ദൈവം പ്രത്യേകം കൊടുത്തതാണ്. ആ വിടുതൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. ആ പ്രത്യേക കാര്യം നിർവഹിച്ചിട്ട് അവർ വീണ്ടും കാരാഗ്രഹത്തിൽ വന്ന് കിടന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ പാട്ട് പാടിയത്, അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. ഈ കാരാഗ്രഹം സാധാരണ കാരാഗ്രഹമല്ല. അല്പസമയത്തിനുള്ളിൽ ഈ കാരാഗ്രഹം ദൈവാലയമായിട്ട് അത് രൂപാന്തരപ്പെട്ടു. പാടുന്ന ഇടം, പ്രാർത്ഥിക്കുന്ന ഇടം, ദൈവത്തെ സ്തുതിക്കുന്ന ഇടം, കേൾക്കുന്നവന് വ്യതിയാനം വരുന്ന ഇടം, ഹൃദയത്തെ സ്പർശിക്കുന്ന ഇടം. ഹല്ലേലൂയ. ഹൃദയം
ഹല്ലേലൂയ. അവർ ഉറച്ചവരാണ്. അവർക്ക് ജീവിതത്തിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ഒരു കൺഫ്യൂഷനും ഇല്ല. നേരം വെളുത്ത് അവരെ പിന്നെ പറഞ്ഞു വിട്ടപ്പോഴും ഒരു കൺഫ്യൂഷനും ഇല്ല. ദൈവവേദനയിലെ ഉറച്ചിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അടി കിട്ടിയാൽ അന്നേരം ഉറപ്പ് വേണം. ചീത്ത വിളിച്ചാൽ അന്നേരം ഉറപ്പ് വേണം. പുറത്താക്കിയാൽ അന്നേരം ഉറപ്പ് വേണം. പാട്ട് പുറകരുത്, പ്രാർത്ഥന മാറ്റി വെക്കരുത്. കാലാമതി കിടന്നാലും കയ്യെ ചങ്ങല കിടന്നാലും എന്തെല്ലാം തടസ്സങ്ങൾ, ആമത്തിൽ കിടക്കുന്ന പോലുള്ള തടസ്സങ്ങളെല്ലാം കിടന്നാലും ഇതൊന്നും മാറ്റി വെക്കരുത്. കർത്താവിൻ സ്തോത്രം. ഇതിനെല്ലാം തമ്പുരാൻ പ്രത്യേക വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അവർ വിശ്വാസത്തിൽ ഉറപ്പിച്ചു, വളർന്നു. കർത്താവിൻ സ്തോത്രം. ഉറച്ചവരായി വളരുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിശുദ്ധ ഉദ്ദേശമുണ്ട്. ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും, ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും, ആത്മാവ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ആത്മാവ് പണിതെടുത്തുകൊണ്ടിരിക്കും.